Dear students, teachers, and parents, warm greetings to all. The festival of Onam holds great importance to preserve the cultural and ethnic identity of Kerala. It's celebrated in memory of the great ruler, the King Mahabali. Celebrated with joy and enthusiasm all over the state, regardless of religion, caste, and creed. Onam is celebrated by the people of Kerala to mark the homecoming of the great ruler. It is the biggest and most popular festival of Kerala. This year also, we are forced to celebrate this greatest festival on virtual platform. I am happy that all the class celebrating the festival with all its grandeur and gaiety. It's really a pleasure to know that various competitions are organized class-wise and section-wise in connection with the festival. I would like to wish each and every one of you a very happy Onam. Enjoy the days observing all the COVID protocols. Try to be honest and truthful. Be safe and healthy. Happy Onam to all. Thank you. നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ആമോദത്തോടെ വസിക്കും കാലം ആപത്താർക്കും അയ്യോ, അമ്മമ്മ പൂക്കളിട്ട് കഴിഞ്ഞോ? അമ്മമ്മക്ക് ഇനി ഒന്ന് വെയിറ്റ് ചെയ്തൂടായിരുന്നു. എനിക്ക് അമ്മമ്മയോട് പെക്ക. ഇതേപ്പോ നന്നായേ. ഇതിനൊക്കെ ഒരു നേരവും കാലം ഉണ്ട് എൻ്റെ കുട്ടിയെ. രാവിലെ 9 മണിക്ക് എണീറ്റ് ആ പൂക്കളിടാ. അമ്മമ്മക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? അമ്മമ്മയുടെ ഉമ്മക്കുട്ടി പിണങ്ങല്ലേ. അമ്മമ്മ മറന്നു പോയതല്ലേ. എല്ലാ കൊല്ലം അമ്മമ്മ ഒറ്റയ്ക്കല്ലേ ഇടാറ്. ഈ കൊല്ലം പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നാളെ ഒന്നിച്ചിടാം. പക്ഷെ അമ്മമ്മയുടെ കൂടെ എണീറ്റോണം കേട്ടോ. ഓക്കെ, നാളെ മുതൽ ഞാൻ നേരത്തെ എണീക്കും. അമ്മമ്മ പിള്ളേരോണം ആഘോഷിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മലയാളം പുസ്തകത്തിൽ പിള്ളേരോണത്തെ പറ്റി പറയുന്നുണ്ട്. അമ്മമ്മക്ക് അറിയോ അത്? നേരെ ഓർമ്മയുണ്ട്. കർക്കിടകത്തിലെ തിരുവോണത്തിനാ പിള്ളേരോണം. 1-2 പ്രാവശ്യം ആഘോഷിച്ചതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അന്നൊക്കെ കർക്കിടകത്തിൽ കോരി ചൊരിയുന്ന മഴയാണേ. അതിനിടയിൽ 10 വെയിൽ കിട്ടുന്നാ പറയുക. ആ സമയത്താ തിരുവോണം വരിക. ഓണക്കൊടിയോ പൂക്കളോ ഒന്നുമില്ല. പക്ഷെ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊരു സദ്യ ഉണ്ടാവും. അത് കഴിഞ്ഞാ കുട്ടികൾ ചിങ്ങത്തിലെ അത്തം വരാൻ വേണ്ടി ദിവസം എണ്ണി കാത്തിരിക്കണത്. അമ്മേ, ദേ ഹരിക്കുട്ടൻ വിളിക്കണു. എവിടെ? ഇങ്ങോട്ട് കൊണ്ടുവരിക. ഹലോ മമ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ കഴിഞ്ഞോ? നിന്റെ വിശേഷങ്ങളൊക്കെ എന്താ ഹരിക്കുട്ടാ? ഇവിടെ ഇന്ന് അത്തം തുടങ്ങാ. അവിടെ പൂക്കളൊക്കെ ഇടുന്നുണ്ടോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല മമ്മ. ഇവിടെ തിരുവോണം മാത്രമേ ആഘോഷിക്കുള്ളൂ. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ ഓണമൊക്കെ ആഘോഷിച്ചു. എന്നിട്ട് സദ്യയൊക്കെ കഴിഞ്ഞോ മമ്മ? ശിവ ശിവ, ഓണം കഴിഞ്ഞൂന്നോ? അതേ അമ്മമ്മേ, ഞങ്ങൾക്ക് ഇവിടെ ബനാന ലീഫ് ഒരു ഗ്രീൻ കളർ ലീഫാണ്. അതിലാണ് ഞങ്ങൾ സദ്യ ഉണ്ടത്. പിന്നെ ഞങ്ങൾക്ക് ചിപ്സ് ബനാന ചിപ്സ്, ഒരു റൗണ്ട് ഷേപ്പുള്ള ചിപ്സ് നമുക്ക് കേരളത്തിലൊക്കെ കിട്ടുന്ന ആ ചിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ശർക്കരക്കല്ല് എന്ന് വെച്ചാൽ ഒരു കട്ടി ചിപ്സ് അതെ അതുണ്ടായിരുന്നു. പിന്നെ പിക്കിൾ ഉണ്ടായിരുന്നു, മാംഗോ പിക്കിൾ അതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു വൈറ്റ് കളർ കറിയില്, അതിന്റെ നെയിം പച്ചച്ചി കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തതിനു ശേഷം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ട്,
അവൽ കറി അതിൻ്റെ ഫേവറേറ്റ് ആണ്, അതുണ്ടായിരുന്നു. പിന്നെ റൈസ്, നമുക്ക് കേരളത്തിൽ കിട്ടുന്ന റൈസിൽ ഒരു ബ്രൗൺ കളർ റൗണ്ട് ഷേപ്പിലുള്ള റൈസ് അതല്ല, ഇവിടെ നമുക്ക് കിട്ടുന്നത് ബസ്മതി റൈസ്. അത് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു, ഒരു വൺ പായസം. അതൊരു ബ്രൗൺ കളർ സ്റ്റിക്കാണ്, അതിൻ്റെ പായസം ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അമ്മമ്മ എനിക്ക് ഇത് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ അമ്മമ്മക്ക് പിന്നെ വിളിക്കാട്ടോ. ബൈ. എന്താ ഞാനീ കേൾക്കണത്? ഒഴിവില്ലാത്തോണ്ട് ഓണം നേരത്തെ കഴിഞ്ഞു എന്നോ? എല്ലാം അവനവൻ്റെ സൗകര്യത്തിന്. ഒരു സമാധാനം ഉണ്ടല്ലോ, ഓണം ആരും മറക്കണില്ലല്ലോ. ഹരിയറിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നു. എന്ത് വർത്താനാ അത്? അല്ല അമ്മമ്മ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല എൻ്റെ ഉമ്മക്കുട്ടിയെ, എൻ്റെ കുട്ടിക്കാലം ഓർക്കായിരുന്നു. അത്തം തലേന്ന് ഞാനും കൂട്ടുകാരികളും പൂ പറിക്കാൻ ഇറങ്ങും. പാട്ടും പാടി നടന്ന് അങ്ങനെ ഞങ്ങൾ പൂ പറിക്കുമായിരുന്നു. ആഘോഷമായിട്ട് പൂക്കളിടും. പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. അതിനുണ്ടായിരുന്നു കേട്ടോ ഒരു കണക്കൊക്കെ. അത്തത്തിന് ഒരു വട്ടം, പിന്നെ ഓരോ ദിവസവും ഓരോ വട്ടം കൂടി വരും. പൂരാടാകുമ്പോഴേക്കും 8 വട്ടം ഉണ്ടാവും. ഞങ്ങളെ മുറ്റത്തൊക്കെ പിന്നീട് തൃക്കാക്കരാപ്പനെ വെക്കും. ചിത്രയ്ക്ക് എല്ലായിടവും വൃത്തിയാക്കല. പിന്നെ ഓണച്ചന്തയിൽ പോവുക, പലചരക്ക് വാങ്ങുക, ഓണക്കോടി വാങ്ങുക, പിന്നെ അടുക്കളയിൽ ഒരു ഉത്സവം, പറക്കലും പൊരിക്കലും എല്ലാം. പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നൊരു ഓണസദ്യ. അത് കഴിഞ്ഞാൽ പിന്നെ ഊഞ്ഞാലാട്ടം, തിരുവാതിരക്കളി, അങ്ങനെ ആഘോഷ തിമിർപ്പായിരുന്നു. അതൊക്കെ
എവിടെ അവിടെ ഫോണിൽ തന്നെ ഇരുന്നോ? ഒരു മിനിറ്റ് അമ്മ, ഞാനിതൊന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യട്ടെ. ഹലോ, ഹാപ്പി ഓണം. ഫുഡ് ഞാൻ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നോ, റിലേറ്റീവ്സിനെ വിട്ട് പോകുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന ചിലപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോസിബിൾ ആണെന്ന് അറിയില്ല. കാലം മാറി, ഒപ്പം നമ്മളും. എങ്കിലും മലയാളികൾ ഓണം ഇന്നും ആഘോഷിക്കുന്നു. അതെ, ഓണം ഒരു സംസ്കാരമാണ്. കാലത്തിനും വേഷത്തിനും ദേശത്തിനും അതീതമായി മലയാളിയിൽ അത് പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും.